നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കൊപ്ര വില ഇടിഞ്ഞു, നേട്ടമില്ലാതെ റബ്ബർ. രാജ്യാന്തര തലത്തിൽ റബ്ബറിൽ അനുഭവപ്പെട്ട ഉണർവ് നേട്ടമാക്കാൻ വിപണിക്കായില്ല. വാരാന്ത്യമായതിനാൽ നിക്ഷേപകർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകി. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിൽ റബ്ബർ നേരിയ റേഞ്ചിൽ നീങ്ങി. അതേസമയം ഈ വാരം ഒസാക്കയിൽ വില 4% ഉയർന്നത് ഫണ്ടുകളെ ലാഭമെടുപ്പിലേക്ക് ചുവടുമാറ്റാൻ പ്രേരിപ്പിച്ചു. ബാങ്കോക്കിൽ റബ്ബർ വില ക്വിൻ്റലിന് 26,871 രൂപയിലാണ്. കൊച്ചിയിൽ 4 ഗ്രേഡ് 27,300 രൂപയിലും ലാറ്റക്സ് 18,800 രൂപയിലും വിപണനം നടന്നു. ഓണാഘോഷങ്ങൾ കഴിയുന്നതോടെ പുതിയ ഷീറ്റ് ഉയർന്ന അളവിൽ വിൽപ്പനയ്ക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര കേന്ദ്രങ്ങൾ. വിലയിടിച്ച് വെളിച്ചെണ്ണ വിറ്റുമാറാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് തമിഴ്നാട്ടിലെ വൻകിട കൊപ്രയാട്ട് വ്യവസായികൾ. ചിങ്ങത്തിൽ ബമ്പർ വിൽപ്പന അയൽ സംസ്ഥാനങ്ങളിലെ മില്ലുകാർ കണക്ക് കൂട്ടിയെങ്കിലും വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വെളിച്ചെണ്ണയ്ക്ക് കേരളത്തിൽ നിന്നും അന്വേഷണങ്ങൾ കുറവായിരുന്നു. ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഉയർന്ന അളവിൽ വിദേശ ഭക്ഷ്യ എണ്ണ പിന്നിട്ട 2 മാസങ്ങളിൽ ഇറക്കുമതി നടന്നതും വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങാൻ ഇടയാക്കി. കാങ്കയത്ത് ഇന്ന് വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 150 രൂപ കുറഞ്ഞു 22,850 രൂപയായി. അവിടെ കൊപ്ര വില 15,500 രൂപ. കൊച്ചി വിപണിയിൽ ഒരാഴ്ചയേറെയായി 16,500 രൂപയിൽ നിലകൊണ്ട കൊപ്ര വില ഇന്ന് 300 രൂപ ഇടിഞ്ഞ് 16,300 രൂപയിലാണ് വ്യാപാരം നടന്നത്. സൗത്ത് ഇന്ത്യൻ കാർഡമത്തിൽ നടന്ന ഏലക്ക ലേലത്തിൽ ചരക്ക് ശേഖരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാരും കയറ്റുമതിക്കാരും തിരക്കിട്ട നീക്കം നടത്തി. രാവിലെ നടന്ന ലേലത്തിനെത്തിയ 58,111 കിലോ ചരക്കിൽ 53,554 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 3,109 രൂപയിലും മികച്ച ഇനങ്ങൾ 3,983 രൂപയിലും കൈമാറി.